ഇത് ഒരു ലൈനാണ്. ഈ ലൈന് നമ്മൾ എ ബി എന്ന് കൊടുക്കുന്നു. ഒരു ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് അല്ലെ ലൈൻ, അല്ലെങ്കിൽ ഒരു സൈഡേ ഉള്ളെങ്കിൽ റേ, എനിത്തിങ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ഒരു ലൈന്. ഇഫ് സപ്പോസ് ഇത് ഒരു ലൈനാണ്, ഇത് വേറൊരു ലൈനാണ്. ഈ ലൈന് നമ്മള് എ ബി എന്നും, അതായത് ഈ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, എ സി എന്ന് പറയുന്ന വേറൊരു ലൈൻ, എ ബി എന്ന് പറയുന്ന ഒരു ലൈനും എ സി എന്ന് പറയുന്ന ഒരു ലൈനും. അപ്പം എ ബി എന്ന് പറയുന്ന ലൈൻ, സെക്കൻഡ് എ സി എന്ന് പറയുന്ന ലൈൻ. ഇപ്പൊ ഇതിന് പറയുന്നതാണ് ലൈൻ എ ബി, ഇതിന് പറയുന്നതാണ് ലൈൻ എ സി. ഈ രണ്ട് ലൈൻ തമ്മിൽ ഒരു സ്ഥലത്ത് ചേരുമ്പോൾ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ സ്ഥലത്ത് ഈ പോയിന്റിന് പറയുന്നതാണ് വെർട്ടക്സ്. ഇതിന് പറയുന്ന പേരാണ് വെർട്ടക്സ്. ഇതിന് പറയുന്നതാണ് ആംഗിള്. ഇത് ആംഗിള്. ഈ പോയിന്റിന് പറയുന്നതാണ്, ചേരുന്ന ആ എക്സാക്ട്ലി പോയിന്റ് എന്ന് പറയുന്നതാണ് വെർട്ടക്സ്. ഇത് പറയും വെർട്ടക്സ് എ എന്ന് പറയും. വെർട്ടക്സ് എ, എ സി എന്ന് പറയുന്ന ലൈനും എ ബി എന്ന് പറയുന്ന ലൈനും കൂടെ ചേരുന്ന ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിന് പറയുന്നതാണ് വെർട്ടക്സ്. അത് തമ്മിൽ ചേരുന്ന ഇതിന് പറയുന്ന ആംഗിള്. ഈ ആംഗിൾ നമ്മള് ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതാണ്, ആംഗിൾ എ. ഇതിന് പറയുന്നത് ആംഗിൾ എ എന്ന് പറയും. ആംഗിൾ സി എ ബി എന്ന് പറയും. എന്ന് വെച്ചാൽ സി എ ബി, സി എ ബി എന്ന് പറഞ്ഞാൽ സി എ എന്ന് പറയുന്ന ഒരു ലൈനും എ ബി എന്ന് പറയുന്ന ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ആംഗിള്, ആംഗിൾ സി എ ബി എന്ന് പറയും. ആംഗിൾ ബി എ സി എന്ന് പറയും. ആംഗിൾ ബി എ സി. എ എവിടെ ആയിരിക്കും? മിഡിലായിരിക്കും. അപ്പം ഈ ആംഗിൾ നമുക്ക് മൂന്ന് പേര് പറയാം. ഒന്ന് ആംഗിൾ എ, അല്ലെങ്കിൽ ആംഗിൾ സി എ ബി, അല്ലെങ്കിൽ ആംഗിൾ ബി എ സി. അപ്പം ഇതാണ് ആംഗിൾ. ഓക്കെ, ഇനിയും നമുക്ക് ഒരു ലൈൻ പറഞ്ഞു, എന്നിട്ട് വേറൊരു ആംഗിളും കൂടെ, ഒരു ലൈനും കൂടെ വരയ്ക്കുന്നു. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ആംഗിളിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഇതിന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിള് ലെസ് ദാൻ 90 ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 90. ഈ ആംഗിൾ ആണ് 90. ഒരെണ്ണം പെർപെൻഡിക്കുലറും ഒരെണ്ണം പെർപെൻഡിക്കുലർ ആൻഡ് എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ വരുന്ന ഇതിനാണ് 90 എന്ന് പറയുന്നു. അപ്പം ഇതിനെ ഇപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 90യേക്കാൾ കുറവാണ്. അപ്പൊ ഇതിന് പറയുന്നതാണ്, ഇതിന് റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഇതിന് ഏത് ആംഗിൾ എന്നാ പറയുന്നത്? അക്യൂട്ട് ആംഗിൾ. ഇതിന് അക്യൂട്ട്, ഇത് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ ഇതിന് പറയും അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഇനി അടുത്ത തേർഡ്, ഇത് ഫസ്റ്റ് വൺ അക്യൂട്ട് ആംഗിള്, സെക്കൻഡ് വൺ റൈറ്റ് ആംഗിള്, തേർഡ് ഒരു ലൈൻ ഇവിടെ വരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടേക്ക് വരയ്ക്കുകയാണെങ്കിൽ അത് ലെസ് ദാൻ 90 ആയിരിക്കും. ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണെങ്കിൽ അത് 90 ആയിരിക്കും. അതിനെ ഇത്തിരി കൂടെ കൂടി വരികയാണെങ്കിൽ ഇത് എബോവ് 90. ഈ ആംഗിൾ എബോവ് 90 ആണെങ്കിൽ ഇതിന് പറയും ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എബോവ് 90, ഒബ്റ്റ്യൂസ്. അപ്പം അക്യൂട്ട് ആംഗിള്, റൈറ്റ് ആംഗിള്, ഒബ്റ്റ്യൂസ് ആംഗിള്. ഇനിയും അടുത്തത്, ഇതൊരു ലൈനാണ്. ഇത് വേറൊരു ലൈനാണ്. ഇത് എ ബി എന്ന് പറഞ്ഞ ഒരു ലൈന്, ഇത് എ സി എന്ന് പറയുന്ന വേറൊരു ലൈൻ. അതായത് ഈ ലൈന്, ഈ എ സി എന്ന് പറയുന്ന ലൈൻ സ്ട്രെയിറ്റ് വരുമ്പം അതെന്തായി? റൈറ്റ് ആംഗിൾ ആയി. അത് എബോവ് വരുമ്പം ഒബ്റ്റ്യൂസ് ആയി. അത് വീണ്ടും ഈ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് വരുമ്പം ഇതിന് പറയുന്നതാണ് സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ. ഓക്കെ, സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പൊ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് എക്സാക്ട്ലി 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇത് 90, ഇപ്പൊ നമ്മള് ഇത് 90, ഇത് 90, 90 പ്ലസ് 90
180. അപ്പൊ ഇത് ലെസ് ദാൻ 90 അക്യൂട്ട് ആംഗിള്, എക്സാക്ട്ലി 90 റൈറ്റ് ആംഗിള്, എബവ് 90 ഒബ്റ്റ്യൂസ് ആംഗിള്, സ്ട്രൈറ്റ് ആംഗിള് 180 ഡിഗ്രി. ഇനിയും ഇത് എ ബി എന്ന് പറയുന്ന ലൈന്. ഇനി ഇതിനെ ഇങ്ങോട്ട് മൂവ് ആക്കുക. അപ്പം ഈ വരുന്നത് എബവ് 180 ആയിരിക്കും. എബവ് 180 പറയുന്നതാണ് റിഫ്ലക്സ് ആംഗിൾ. എബവ് 180 റിഫ്ലക്സ് ആംഗിൾ. അപ്പം ഇത് റിഫ്ലക്സ്. ഇപ്പൊ നമ്മള് ഇവിടെ വരുന്നു. ഇത് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഇത് എ ബി എന്ന് പറയുന്ന ലൈന്, ഈ എയിൽ നിന്നും വേറൊരു ലൈൻ വരച്ചാൽ ലെസ് ദാൻ 90, ഇത് 90, ഇവിടേക്ക് വരികയാണെങ്കിൽ എബവ് 90, സ്ട്രെയിറ്റ്, കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് റിഫ്ലക്സ്. ഇനി ഈ ലൈനിൽ തന്നെ റിട്ടേൺ വരിക എന്ന് വെച്ചാൽ എ സിയും ഇതിൽ തന്നെ, എ സിയും ഇതേ തന്നെ. അപ്പൊ ഈ ഫുള്ള് വരുന്നതാണ് കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 360 ഡിഗ്രി. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് റിട്ടേൺ വന്ന് അതേ പൊസിഷനിൽ തന്നെ എത്തി. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ആംഗിൾ ആണ് 360. അതിന് വേറൊരു പേരുണ്ട്, ഫുൾ റെവല്യൂഷൻ എന്നും പറയും. ഫുൾ റെവല്യൂഷൻ. ഇത് ഹാഫ് റെവല്യൂഷൻ, ഇത് ഫുൾ റെവല്യൂഷൻ ആണ് 360 കംപ്ലീറ്റ് ആംഗിൾ. നമുക്ക് ഇത് ഒരു ആംഗിള്, ഇത് സെപ്പറേറ്റ് ഒരു ആംഗിള്, രണ്ട് ആംഗിള്. ഇത് നമ്മളെ എ ബി സി എന്ന് വെച്ചാൽ ആംഗിൾ ബി എ സി. ഇത് നമുക്ക് പി, ഇത് ക്യൂ, ഇത് ആർ, ആംഗിൾ ക്യൂ പി ആർ. ഇത് രണ്ട് ആംഗിൾ വന്നു. ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ്, ഈ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ് 90 ആണ് കിട്ടുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് കോംപ്ലിമെന്ററി ആംഗിൾ. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഏതെങ്കിലും രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ, ഈ ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അതിനെ കോംപ്ലിമെന്ററി എന്ന് പറയും. ലെസ് ദാൻ 90യോ എബവ് 90 ആണെങ്കിൽ നമ്മൾ ആ പേര് പറയത്തില്ല. എക്സാക്ട്ലി 90 ആയിരിക്കണം രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ. ഇനി ഇത് ഒരാംഗിള്, ഇത് വേറൊരു ആംഗിള്. ഞാൻ പറഞ്ഞു രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 90 ആണെങ്കിൽ കോംപ്ലിമെന്ററി എന്ന് പറയും. ഇനി ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ആണ് സമ്മ് കിട്ടുന്നതെങ്കിൽ, 180 ആണ് സമ്മ് കിട്ടുന്നതെങ്കിൽ അതിന് പറയും സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയും. സപ്ലിമെന്ററി. രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ് 180 ഡിഗ്രി ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ സപ്ലിമെന്ററി എന്ന് പറയും. ഇനിയും അടുത്ത ഒരെണ്ണം അഡ്ജസന്റ് ആംഗിൾ. അടുത്തത് ഇപ്പൊ പഠിച്ചു സപ്ലിമെന്ററി, കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 90, ഏതെങ്കിലും രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 180 ആണെങ്കിൽ അതിന് സപ്ലിമെന്ററി. ഇനി അഡ്ജസന്റ് ആംഗിൾ. അഡ്ജസന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ, അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അടുത്തെന്നുള്ളതാണ്. അടുത്ത്. നോക്കിയേ, ഈ ആംഗിളും അടുത്തടുത്താണ്. ഇതും അടുത്തടുത്താണ് വരുന്നത്. ഇതിനെയാണ് അഡ്ജസന്റ് എന്ന് പറയുന്നത്. അഡ്ജസന്റ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തായിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഇതിന് ഞാന് ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഈ ആംഗിളിന്റെ പേര് ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി. ഈ ആംഗിളിന്റെ പേര് ആംഗിൾ ഡി എ സി. ആംഗിൾ എന്നുള്ള സൈൻ എപ്പോഴും ഇടണം, സിമ്പിൾ ഇടണം. ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി ഏതാണ്? ഇതാണ്. ഇനി ഇതിന് പറയുന്നത് ആംഗിൾ ഡി എ സി. ആംഗിൾ ഡി എ സി. ആംഗിൾ ബി എ സിയുടെ വെർട്ടെക്സ് ഏതാണ്? ഇതാണ് വെർട്ടെക്സ്. ആംഗിൾ ബി എ സിയുടെ വെർട്ടെക്സ് ഇതാണ്. ആംഗിൾ ഡി എ സിയുടെയും വെർട്ടെക്സ് ഇത് തന്നെയാണ്. അപ്പൊ രണ്ട് ആംഗിളിന് കോമൺ വെർട്ടെക്സ് ആണ്.
രണ്ട് ആംഗിളിനും കോമൺ വെർട്ടെക്സ് ആണ്. എന്നിട്ട് അതിന്റെ ലെഗ് എന്ന് പറഞ്ഞാൽ സൈഡ്. ആംഗിൾ ബി എ സിയുടെ സൈഡ് ഏതൊക്കെയാണ്? ബി എ ആൻഡ് സി എ. ആംഗിൾ ഡി എ സിയുടെ സൈഡ് ഏതാണ്? ഡി എ ആൻഡ് സി എ. അപ്പൊ രണ്ടിനും കോമൺ ലെഗ് ആണ്. എന്നുവെച്ചാൽ വൺ സൈഡ് ഈസ് കോമൺ വെർട്ടെക്സ് ആൻഡ് കോമൺ വൺ ലെഗ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് അഡ്ജസന്റ് ആംഗിൾ. അപ്പൊ അഡ്ജസന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ആംഗിളിന് ആ രണ്ട് ആംഗിളിനും കോമൺ വെർട്ടെക്സ് ആയിരിക്കണം ആൻഡ് കോമൺ ആം ആയിരിക്കണം. ഇതിന് പറയും, പല പേര് പറയും. ഒന്ന് കോമൺ ആം, അല്ലെങ്കിൽ ലെഗ്, അല്ലെങ്കിൽ സൈഡ്. ഏത് പേര് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. കോമൺ ആം ആൻഡ് കോമൺ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് അഡ്ജസന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് നോക്കിക്കേ, ഇതാണ് ഒരു ആംഗിള്, ഇതാണ് വേറൊരു ആംഗിൾ. ഈ ആംഗിളിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്ന ഇതാ. ഈ ആംഗിളിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇതിന് കോമൺ വെർട്ടെക്സ് ആണോ? അല്ല. അപ്പൊ ഇത് അഡ്ജസന്റ് അല്ല. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിളിന് കോമൺ വെർട്ടെക്സ് ആയിരിക്കണം, അതിന്റെ കോമൺ ഒരു ആം ഉണ്ടായിരിക്കണം. അതിനാണ് പറയുന്നത് അഡ്ജസന്റ് ആംഗിള്. അഡ്ജസന്റ് ആംഗിൾ കഴിഞ്ഞു. അടുത്തതാണ് ലിനിയർ പെയർ. ലിനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ആംഗിള് അഡ്ജസന്റ് എന്ന് പറഞ്ഞു, അഡ്ജസന്റ് മനസ്സിലായി, പ്ലസ് ആ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 180 ആയിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അതായത് 180 ഡിഗ്രി ആണെങ്കിൽ അതിന് നമ്മൾ ഒരു പേര് പറഞ്ഞു, സപ്ലിമെന്ററി. ഏതെങ്കിലും രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ആയിരിക്കണം, അത് അഡ്ജസന്റ് ആംഗിളും ആയിരിക്കണം. അഡ്ജസന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന് കോമൺ വെർട്ടെക്സ് ഉണ്ടാവണം, കോമൺ ആം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് അഡ്ജസന്റ് ആവത്തുള്ളൂ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആണെങ്കിൽ അതിന് പറയുന്നതാണ് ലിനിയർ പെയർ. ദാറ്റ് ഈസ് വൺ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ നോക്കിയേ, ഈ ആംഗിളും കൂടെ എടുത്താൽ ഈ ആംഗിളിന് ഇതാണ് ഒരു ആംഗിള്, ഇതിന്റെ വെർട്ടെക്സ് തന്നെ ഇതാണ് വെർട്ടെക്സ്. ഇനി ഈ ആംഗിൾ എടുത്താൽ അതിന്റെയും വെർട്ടെക്സ് സെയിം ആണ്. രണ്ട് ആംഗിളിനും ഇത് കോമൺ ആമാണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് അഡ്ജസന്റ് ആംഗിൾ ആണ്. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈനാ. സ്ട്രെയിറ്റ് ലൈൻ 180 ആണെന്ന് മുമ്പേ പഠിച്ചു. സ്ട്രെയിറ്റ് ലൈനിന്റെ ഡിഗ്രി 180 ഡിഗ്രി. അപ്പൊ 180 ഡിഗ്രി ആണെങ്കിൽ അതിന് എന്തെന്ന് പറയും? സപ്ലിമെന്ററി എന്ന് പറയും. അപ്പൊ ഇതൊരു അഡ്ജസന്റ് ആംഗിൾ ആണ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളിനും കോമൺ വെർട്ടെക്സ് ഉണ്ട്, കോമൺ ആം ഉണ്ട്, അഡ്ജസന്റ് ആണ്. പ്ലസ് ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും, സപ്ലിമെന്ററി ആണ്. അപ്പം അഡ്ജസന്റ് ആണ്, സപ്ലിമെന്ററി ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലിനിയർ പെയർ. നെക്സ്റ്റ് വെർട്ടിക്കലി ഓപ്പോസിറ്റ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് ഇതൊരു ലൈനാണ്. ഓക്കെ, ഇത് വേറൊരു ലൈനാണ്. ഇത് എ ബി എന്ന് പറയുന്ന ഒരു ലൈന്, ഇത് ബി സി എന്ന് പറയുന്ന ഒരു ലൈന്. ഈ രണ്ട് ലൈൻ ഒരു സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്തതിന് ഞാൻ O എന്ന് കൊടുക്കുക. അപ്പം ഈ ആംഗിളിന് പറയുന്നതാണ് ആംഗിൾ എ ഒ ബി. എ ഒ എന്ന് പറയുന്ന ഒരു ലൈനും ബി ഒ എന്ന് പറയുന്ന ലൈനും ചേരുന്ന ആംഗിൾ ആണ്. അപ്പൊ ഈ ആംഗിളിന് പറയുന്നത് ആംഗിൾ എ ഒ ബി. ഇപ്പൊ ഈ എ ഒ എന്ന് പറയുന്ന ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ബി ഒ എന്ന് പറയുന്ന ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ സി ഒ ബി. എന്ന് വെച്ചാൽ സി ഒ എന്ന് പറയുന്ന ലൈനും ബി ഒ എന്ന് പറയുന്ന ലൈനും ചേരുന്ന ആംഗിള്. ഈ രണ്ട് ആംഗിൾ ഇപ്പൊ ഇവിടെ എഴുതും ആംഗിൾ എ ഒ ബി.
angle AOB is equal to angle COB. Angle COB. ഇതിന് പറയുന്നതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിള്, ഒന്നും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഒരാംഗിള്. ഇതിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് ഈ ലൈനിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഈ ലൈനിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അപ്പൊ കിട്ടുന്ന ഈ ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിൾ തമ്മിലാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ്. ഇനിയും ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. കാരണം ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ഈ ആംഗിള് അല്ലേ, ഈ ആംഗിള്. അപ്പം ഇവിടെ ഈ ലൈനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഈ ലൈനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഈ രണ്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ കിട്ടിയ ഫോം ചെയ്ത ആംഗിളാണ് ഇത്. അപ്പൊ ഇതുമാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പൊ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഈക്വൽ ആയിരിക്കും. ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ആ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പം ഒരു ലൈൻ, ഇത് വേറൊരു ലൈൻ, ഇതിന് ഞാൻ എ ബി എന്ന് കൊടുത്തു, ഈ ലൈനിന്. ഇതിന് ഞാൻ സി ഡി എന്ന് കൊടുത്തു, ഈ സെന്ററിന് നമ്മൾ ഒ എന്ന് കൊടുക്കുന്നു, ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ ആംഗിളും ഈക്വൽ ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്, ഈ ആംഗിൾ ഞാൻ 1 എന്ന് കൊടുക്കുന്നു, ഈ ആംഗിൾ ഞാൻ 2 എന്ന് പേര് കൊടുക്കുന്നു, ആംഗിൾ 2. ഇതിന് ആംഗിൾ 3 എന്ന് കൊടുക്കുന്നു. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, COD എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പം ഇത് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 180 ഡിഗ്രി. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2, ദാറ്റ് ഈസ് ലിനിയർ പെയർ. ഇവിടെ മേളിൽ പറഞ്ഞായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 180 ആണ്. രണ്ട് ആംഗിള്, ഈ രണ്ട് ആംഗിളിന് ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ വെർട്ടെക്സ് ഇതാണ്, ആംഗിൾ 2വിന്റെ വെർട്ടെക്സ് ഇതാണ്. ഇതിന് രണ്ടിനും കൂടെ ഒരു കോമൺ ആം ആണ്. അപ്പൊ ഇത് രണ്ടും അഡ്ജസന്റ് ആംഗിളാണ്. ഈ അഡ്ജസന്റ് ആംഗിളിന്റെ സമ്മ് 180 ആയതുകൊണ്ട് ഇത് ലിനിയർ പെയർ എന്ന് പറയും, ലിനിയർ പെയർ. അപ്പൊ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 180 ആണ്. ഇനി ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ എടുത്തേ, AOB എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. AOB എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനകത്ത് ഏതൊക്കെ ആംഗിൾ ഉണ്ട്? ആംഗിൾ 2 ഉണ്ട്, ആംഗിൾ 3 ഉണ്ട്. ഈ ആംഗിൾ 2വിന്റെ വെർട്ടെക്സ് ഇതാണ്, ആംഗിൾ 3യുടെയും വെർട്ടെക്സ് ഇതാണ്. അതിനൊരു കോമൺ ആം ഉണ്ട്. അപ്പം ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ 2 ആംഗിൾ 3യും കൂടെ ആഡ് ചെയ്താൽ 180 ആണ്. എങ്ങനെയാണ്? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, അപ്പം ആംഗിൾ 1 പ്ലസ് 2 180, ആംഗിൾ 2 പ്ലസ് 3 180. ദാറ്റ് മീൻസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3. ആംഗിൾ 1 പ്ലസ് 2 എത്രയാ? 180 ഡിഗ്രി. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എത്രയാണ്? 180 ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും ഈക്വലാ. രണ്ടും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ 2ഉം ആംഗിൾ 2ഉം നമുക്ക് കട്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഈ ആംഗിൾ 2 അപ്പുറത്ത് കൊണ്ടുവന്നാൽ മൈനസ് ആംഗിൾ 2. അപ്പൊ ഇവിടെ ബാക്കി റിമൈനിങ് എന്താ ഉണ്ട്? ആംഗിൾ 1 ഈസ് ഈക്വൽ ആംഗിൾ 3. നമ്മൾ പ്രൂവ് ചെയ്തു ആംഗിൾ 1ഉം ആംഗിൾ 3യും ഈക്വൽ ആണെന്ന്. ഇത് ഒരു ലൈൻ, ഇത് വേറൊരു ലൈൻ. ഈ ലൈൻ നമ്മൾ AB എന്ന് പറയുന്നു, ഈ ലൈൻ CD എന്ന് പറയുന്നു. ഈ രണ്ട് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ, ഇത് വേറൊരു സ്ട്രെയിറ്റ് ലൈൻ. ഇതിന് പറയുന്നതാണ് പാരലൽ ലൈൻ. പാരലൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ നമ്മൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും ഒരിടത്തും ഇത് ടച്ച് ആവത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. അതിനാണ് പാരലൽ ലൈൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയും 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും.
അതിനാണ് പാരലൽ ലൈൻ എന്ന് പറയുന്നത്. റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് പാരലൽ ലൈനാണ്. നമ്മുടെ സ്കെയിൽ എടുത്ത് നമ്മൾ ആ സ്കെയിലിന്റെ ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും നമ്മൾ ഓരോ ലൈൻ വരച്ചാൽ, ഇപ്പൊ ഒരു സ്കെയിൽ വെച്ച് ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും ലൈൻ വരച്ചാൽ അത് പാരലൽ ലൈൻ. ഇതിനാണ് പാരലൽ എ ബി ആൻഡ് സി ഡി പാരലൽ ലൈൻ. പാരലൽ എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, എ ബി. ഇത് റീഡ് ചെയ്യുന്നത് എ ബി പാരലൽ സി ഡി. പാരലൽ ലൈൻ, ഇതിനാണ് പാരലൽ ലൈൻ എന്ന് പറയുന്നത്. ഒരിക്കലും ടച്ച് ചെയ്യാത്ത, എത്ര നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താലും ഒരിക്കലും അത് തമ്മിൽ കൂട്ടിമുട്ടത്തില്ല, ടച്ച് ആവത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. ആ ലൈൻ പറയുന്നതാണ് പാരലൽ ലൈൻ. അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, എ ബി പാരലൽ സി ഡി. ഇനി അടുത്തത്, ഇതൊരു ലൈൻ, ഇത് വേറൊരു ലൈൻ. ഇത് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, ഇത് സി ഡി എന്ന് പറയുന്ന ഒരു ലൈൻ. ഇത് രണ്ടും O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്തു. ഇതിന് പറയുന്ന പേരാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻ. ടു ലൈൻ എവിടെ വെച്ചെങ്കിലും ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻ. ഇനി ഇതൊരു ലൈൻ, ഇത് വേറൊരു ലൈൻ. ഈ ലൈൻ തമ്മിൽ, അതായത് ഇതൊരു ലൈൻ, ഇത് വേറൊരു ലൈൻ. അതായത് ഈ ലൈൻ ഇങ്ങോട്ടാണ്, ഈ ലൈനും ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ആ രണ്ട് ലൈനും കൂടെ ഒറ്റ ലൈനിലാണ് പോകുന്നതെങ്കിൽ ഇത് ഇന്റർസെക്റ്റിംഗ് ലൈൻ, ഇത് പാരലൽ ലൈൻ. ഇതിനാണ് പറയുന്നത് കോയിൻസിഡൻസ് ലൈൻ. ഒരു ലൈനിൽ കൂടെ തന്നെ മറ്റേ ലൈനിൽ കൂടെ പോവുക, അതിനാണ് പറയുന്നത് കോയിൻസിഡൻസ് ലൈൻ. അടുത്തത് ഇനി വളരെ ശ്രദ്ധിക്കേണ്ടുന്നത്, ടു ലൈൻ പാരലൽ, ടു ലൈൻസ് ആർ പാരലൽ, വൺ ട്രാൻസ്വേഴ്സൽ. ഈ ലൈനെ എ ബി എന്ന് രണ്ട് ലൈൻ, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, സി ഡി എന്ന് പറയുന്ന അനദർ വൺ ലൈൻ, ഈ എഫ് എന്ന് പറയുന്നത് തേർഡ് ലൈൻ. ഇപ്പൊ ടു ലൈൻസ് ആർ പാരലൽ, എ ബി പാരലൽ സി ഡി. ഇപ്പൊ നമ്മൾ അത് എഴുതുന്നത് എ ബി പാരലൽ സി ഡി. ഇപ്പൊ ഇത് റീഡ് ചെയ്യുന്ന എങ്ങനെയാണ്, എ ബി പാരലൽ സി ഡി, ഇ എഫ് ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനിന്റെ മണ്ടയ്ക്ക് ഒരെണ്ണം വീഴുക, അതിനാ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം ടു ലൈൻസ് ആർ പാരലൽ ആൻഡ് വൺ ട്രാൻസ്വേഴ്സൽ. അപ്പൊ ഇവിടെ നമുക്ക് കുറെ ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആംഗിൾസിന് ഓരോ പേര് കൊടുക്കാം. ഈ ആംഗിൾ ഞാൻ 1 എന്ന് പേര് കൊടുത്തു, ഈ ആംഗിൾ 2, ഈ ആംഗിൾ 3, ഈ ആംഗിൾ 4, ഈ ആംഗിൾ 5, ഇത് 6, ഇത് 7, ഇത് 8. ആംഗിൾ 1, 2, 3, 4, 5, 6, 7, 8. ടു ലൈൻ പാരലൽ, വൺ ട്രാൻസ്വേഴ്സൽ വരയ്ക്കുമ്പോൾ 8 ആംഗിൾ ഇവിടെ കിട്ടി. ഈ 8 ആംഗിളിനെ ഓരോ റിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ലിനിയർ പെയർ. ലിനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ആ കിട്ടുന്നെങ്കിൽ അതിന് പറയുന്നതാണ് ലിനിയർ പെയർ. ആ 180 ആയിരിക്കണം, അത് അഡ്ജസന്റും ആയിരിക്കണം. ഇവിടെ നോക്കി, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പം ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180. റീസൺ ലിനിയർ പെയർ. ഒരു പ്രോപ്പർട്ടിയാണ് ലിനിയർ പെയർ. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ ലിനിയർ പെയർ. നെക്സ്റ്റ് എ ബി എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 180. ലിനിയർ പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. അത് അഡ്ജസന്റ് ആംഗിൾ ആയിരിക്കണം. അപ്പം അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. എ ബി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180, ലിനിയർ പെയർ. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 180, ലിനിയർ പെയർ. ഓക്കെ, ഇ എഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാ, ഇ എഫ്. അപ്പം ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 180, ലിനിയർ പെയർ. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 180,
linear pair. അപ്പം ഇതിനകത്ത് 4 linear pair എടുത്തു. Angle 1 plus 2, angle 3 plus 4, angle 2 plus 3, angle 1 plus angle 4. അപ്പൊ linear pair ഏതൊക്കെയാണ് ഇതിനകത്ത് എഴുതാം? linear pair angle 1 plus angle 2, angle 1 plus angle 2 linear pair ആണ്. angle 3 plus angle 4, angle 3 plus angle 4. Next angle 1 plus angle 4, angle 1 plus angle 4. Next angle 2 plus angle 3, angle 2 plus angle 3. ഇത്ര എന്താണ്? linear pair. That is sum is 180. ഇനി ഇവിടെ എടുത്താൽ angle 5 plus angle 6 180, angle 5 plus angle 6 180, angle 7 plus angle 8 180, angle 5 plus angle 8 180, angle 6 plus angle 7 180. That means one straight line. അതിന്റെ ഇടയ്ക്ക് കൂടെ വേറൊരു ആംഗിൾ വരച്ചാൽ അത് 180 ആയിരിക്കും സം ഓഫ് ദാറ്റ് ആംഗിൾ. ഇതാണ് linear pair. ഇനിയും നോക്കിയേ, ആംഗിൾ 2 is equal to angle 4. Vertically opposite. Vertically opposite angles are equal. Vertically opposite angles are equal. Angle 2 is equal to angle 4. Same, angle 1 is equal to angle 3. Linear pair, sum of two angles is 180. Vertically opposite equal. Angle 2 is equal to angle 4. Angle 1 is equal to angle 3. ഇവിടെ vertically opposite angle 5 is equal to angle 7. Angle 6 is equal to angle 8. That is vertically opposite. Next, ഇനി നോക്കിയേ, AB എന്ന് പറയുന്ന ഒരു ലൈനിന്റെ CD എന്ന് പറയുന്ന രണ്ട് ലൈനിന്റെ ഇൻസൈഡിലാണ് 3ഉം 4ഉം 5ഉം 6ഉം. എവിടെയാണ്? ഇൻസൈഡിലാണ്. ഇതിന് പറയുന്നതാണ് ഇന്റീരിയർ ആംഗിൾ. ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടു ലൈനിന് ഇൻസൈഡിലുള്ള ആംഗിൾ. ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6നെ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഇനി ഈ രണ്ട് ലൈനിന് വെളിയിലുള്ളത് ദാറ്റ് ഈസ് എക്സ്റ്റീരിയർ ആംഗിൾ. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 7, ആംഗിൾ 8. ആ ആംഗിൾസിനെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയും. എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ. ഇനി അടുത്തത്, ഈ ഇന്റീരിയർ ആംഗിളില് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5 ആർ ഈക്വൽ. ഇതിനെ ആൾട്ടർനേറ്റീവ് ഇന്റീരിയർ എന്ന് പറയും. ആൾട്ടർനേറ്റ്, ഒന്ന് റൈറ്റിലാണെങ്കിൽ അടുത്തത് ലെഫ്റ്റില്. റൈറ്റിലെ ടോപ്പ്, ലെഫ്റ്റിലെ ബോട്ടം. ടു ലൈൻ പാരലൽ, വൺ ട്രാൻസ്വേഴ്സ്. ടു ലൈൻ പാരലൽ ആണെങ്കിൽ മാത്രം വൺ ട്രാൻസ്വേഴ്സൽ വരച്ചാൽ ഇൻസൈഡിലുള്ള ആംഗിളില് ഒരു സൈഡിലുള്ള ആംഗിൾ, ഇപ്പൊ ആംഗിൾ 3 എടുത്താൽ അതിന്റെ നേരെ ഇത് റൈറ്റിലാണെങ്കിൽ ലെഫ്റ്റില് താഴെയുള്ളത്. ഇതിന് പറയുന്നതാണ് ആൾട്ടർനേറ്റീവ് ഇന്റീരിയർ. ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. അതേപോലെ ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 6. ഇത് രണ്ടുമാണ് ആൾട്ടർനേറ്റീവ് ഇന്റീരിയർ എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒന്ന് ടോപ്പ് ആണെങ്കിൽ ഒന്ന് ബോട്ടം, ഒന്ന് ബോട്ടം ആണെങ്കിൽ ഒന്ന് ടോപ്പ്. 4ഉം 6ഉം. ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 6. ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. വെർട്ടിക്കലി ആൾട്ടർനേറ്റീവ് ഇന്റീരിയർ. ഇനിയും ആൾട്ടർനേറ്റീവ് എക്സ്റ്റീരിയർ ഉണ്ട്. എക്സ്റ്റീരിയറിൽ ഇവിടെ ലെഫ്റ്റ്, താഴെ റൈറ്റില് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 7. ഇവിടെ എക്സ്റ്റീരിയറിൽ റൈറ്റിൽ ആംഗിൾ 2, ഇവിടെ താഴെ ലെഫ്റ്റിൽ ആംഗിൾ 8. സോ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 8. അത് ആൾട്ടർനേറ്റീവ് എക്സ്റ്റീരിയർ. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി ആണ്, സെയിം സൈഡില് ഇന്റീരിയർ 3ഉം 6ഉം ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡ് ആണ്. റൈറ്റിലാണെങ്കിൽ രണ്ടും റൈറ്റ്. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇന്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. അതിന് വേറൊരു പേര് കോ ഇന്റീരിയർ എന്നും പറയും. കോ ഇന്റീരിയർ വെച്ചാൽ ഒരു ട്രാൻസ്വേഴ്സലിന്റെ
സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180. അതിന് പറയുന്നതാണ് കോ ഇന്റീരിയർ. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180. അത് സെയിം ലെഫ്റ്റ് സൈഡില് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 180. പ്രോപ്പർട്ടി കോ ഇന്റീരിയർ. അല്ലെ പറയും ഇന്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 180. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180. ഇനി എക്സ്റ്റീരിയർ എടുത്താൽ സെയിം exterior angle on the same side of transversal. Angle 2 plus angle 7 is equal to 180. അതിന് co-exterior എന്ന് പറയും. Co-exterior. Angle 2 plus angle 7 is equal to 180. Angle 1 plus angle 8 is equal to 180. Angle 1 plus angle 8 is equal to 180. ഇനി നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ എടുത്തത് ഇന്റീരിയർ എടുത്താൽ ഇന്റീരിയർ, എക്സ്റ്റീരിയർ എടുത്താൽ എക്സ്റ്റീരിയർ സെപ്പറേറ്റ്. ഇനി ഏതെങ്കിലും ഒരു എക്സ്റ്റീരിയറും അതേ സൈഡിലുള്ള ഇന്റീരിയറും, ദാറ്റ് ഈസ് ആംഗിൾ 1 ഈസ് എക്സ്റ്റീരിയർ, ആംഗിൾ 5 ഈസ് ഇന്റീരിയർ. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. അതിന് പറയാൻ കറസ്പോണ്ടിങ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 6. ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 8. ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 7. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ 7ഉം ആംഗിൾ 3ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 8ഉം ആംഗിൾ 4ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 5ഉം ആംഗിൾ 1ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 6ഉം ആംഗിൾ 2ഉം ഈക്വൽ ആയിരിക്കും. അതിന്റെ പ്രോപ്പർട്ടിയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് പ്രോപ്പർട്ടി.